എനിക്ക് തോന്നുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമ്പോഴുള്ള പ്രതിരോധത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണോ പ്രതിരോധം നടത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ കേരളത്തിലെ 19 നിയോജക മണ്ഡലത്തിലും ഇല്ലാത്ത കാര്യങ്ങളാണ് വടകരയിൽ ഉണ്ടായത്. വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന് കരുതിക്കൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ജനങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ് പുറത്തു കാട്ടിയത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഇങ്ങനെ ഇളകി മറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. എനിക്കിത് പറയാനുള്ള അവസരം വേദി കൂടിയാണ്. ഞങ്ങളെല്ലാം വിസ്മയഭരിതരായിട്ടാണ് ഈ വടകരയിൽ ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് ഇറങ്ങിയ അന്ന് മുതൽ 6-ാം തീയതി വൈകുന്നേരം 6 മണി വരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പഴയ കാലത്തും പുതിയ കാലത്തും ഒരു കാലത്തും ഉണ്ടാകാത്ത വിസ്മയകരമായ ജനപ്രവാഹവും ജനക്കൂട്ടവുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഷാഫിയെ മുമ്പിലിരുത്തിക്കൊണ്ട് പറയാൻ എനിക്ക് ചെറിയ അസൂയുണ്ട്. കേരളത്തിൽ ഞാനും 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. ഈ സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ജനകീയമായ അംഗീകാരമാണ് ഷാഫി പറമ്പിൽ കിട്ടിയത്. ഞങ്ങളൊക്കെ മത്സരിച്ചതാ. ഞാനെന്തേ സലാമിക്ക, പാറയ്ക്കൽ അബ്ദുള്ള, നിയാസ്, പ്രവീൺ, ഞങ്ങളൊക്കെ മത്സരിച്ചതാണ്. ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. സങ്കടത്തിലെ ഞാൻ പറയണേ, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് ചില സമയത്ത് തോന്നി ഇവനിങ്ങോട്ട് വിടണമായിരുന്നു. അതുപോലുള്ളൊരു ജനകീയ അംഗീകാരമാണ്. നമുക്ക് അസൂയ തോന്നിയാൽ പിന്നെ അവന്മാർക്ക് തോന്നാതിരിക്കുക. തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആദ്യം ചെയ്തതെന്താ ഷാഫിയോട്? ആദ്യം ചെയ്തത് ഇവർക്ക് ഈ വെട്ടുക്കിളിക്കൂട്ടം, കടന്നൽ കൂട്ടമൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ അതാണ്. ആദ്യം തെരഞ്ഞു പിടിച്ച് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളോട് മാത്രം ഒരു മെസ്സേജ്. ശ്രീ സിദ്ദിഖ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ആദ്യം ഒരു സമുദായത്തിലേക്ക് മാത്രം ഒരു മെസ്സേജ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആളുകളോട്. ഷാഫി പറമ്പിൽ മുസ്ലിം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ നിന്ന ആളല്ല. മുസ്ലിം വിഷയങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി പട നയിച്ച ആളല്ല. അതിന്റെ മുൻപിൽ നിന്ന ആളല്ല. അതാണ് അത് ആദ്യം ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള മെസ്സേജാണ്. നമുക്കറിയാലോ, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പൊ രണ്ടാമതാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദൈവദശകം, ശ്രീനാരായണ ഗുരുദേവനെ എഴുതിയതാണ് ദൈവദശകം, എനിക്ക് കാണാതെ അറിയാം. ആ ദൈവദശകം കേൾക്കുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിന്നു അത് കേട്ടുകൊണ്ട്. അത് ജാതിക്കും മതത്തിനും എല്ലാം എതിരായി കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കിയ ഗുരുദേവന്റെ പ്രാർത്ഥനാഗീതമാണ്. അത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ഒന്നുമല്ല. ഗുരുദേവൻ എല്ലാ ജാതിക്കും എല്ലാ മതത്തിനും മീതയായി കേരളത്തിൽ അധസ്ഥിത ജനവിഭാഗത്തിന്റെ പുരോഗമനത്തിനു വേണ്ടി പോരാടിയ നായകനാണ്, സാമൂഹ്യ നവോത്ഥാന നായകനാണ്. അതിന്റെ മുന്നിൽ ഏതു മലയാളിയും അതിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിൽക്കും. ആ പടം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇയാൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ്, മുനാഫികൻ എന്ന് പറഞ്ഞ് മുസ്ലിം വീടുകളിലേക്കുള്ള പ്രചരണമാണ്. വിഗ്രഹാരാധന, ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദൈവദശകം കേട്ട് നിന്നതിന്റെ പേരിൽ ഇയാൾ മുനാഫിക്കാണ്, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇവർ പ്രചരണം നടത്തി. വീടുകളിലേക്ക്, മുസ്ലിം വീടുകളിലേക്ക്, ആ മുസ്ലിം അംഗങ്ങളുടെ വീടുകളിലേക്ക് ഇവർ മെസ്സേജ് കൊടുത്തു. ആരും മൈൻഡ് ചെയ്തില്ല.